ആർക്ക് ആക്ച്വലി എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഞാൻ പണ്ട് പെട്രോൾ ഇല്ലാതെ കാറിൽ ഓടിക്കിടന്നിട്ടുണ്ട്. റോട്ടിൽ കിടന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ അടിയിൽ പോകുന്നവരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടായി. പിന്നെ അവനോടൊക്കെ എല്ലാവരോടും രക്ഷപ്പെട്ടോളാൻ പറ്റും. ഞാൻ ഒരു കപ്പാണ് ഉദ്ദേശിച്ചെങ്കിൽ അല്ലെങ്കിൽ 2 കപ്പ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ പണം നോക്കാതെ ചെയ്യാൻ പറ്റുക. നമ്മളെല്ലാവരും കാര്യം നോക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ബിസിനസ് ഇല്ലാതെ റിസ്ക് എടുത്തില്ലേ പിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അവർ ചിലപ്പോൾ 10 പാക്കറ്റ് വെക്കുമ്പോൾ നമ്മൾ 2 പാക്കറ്റ് വെക്കണം. ഓക്കെ, നമ്മൾ ഹാപ്പിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഇനിയിപ്പോൾ നാളെ പ്രശ്നങ്ങൾ ഞാൻ ഫൈറ്റ് ചെയ്യും. പ്രോഫിറ്റ് ആണ് മുഖ്യം. അവര് ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവരവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കണേ. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഹെൽത്തും സമാധാനം. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആത്മഹത്യ ചെയ്യാൻ പോയ സംരംഭകൻ ചങ്കൂറ്റം കൊണ്ട് തിരിച്ചു വന്ന കഥ. ഇത്തരമൊരു ഹെഡ്ലൈൻ സ്പാർക്കിൻ്റെ ആദ്യകാല പ്രേക്ഷകർ ആരും മറക്കാൻ സാധ്യതയില്ല. അന്ന് അവനില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ഞാൻ ചിലപ്പോൾ, പക്ഷേ അതിൽ നമ്മളെ കൂടെ നിന്ന് അവർ പറ്റിച്ചിട്ടുണ്ടാകും. നഷ്ടം ഒരു ഓൾമോസ്റ്റ് 50 lakhs എനിക്ക് നഷ്ടം. ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്ക് എന്തായാലും പിന്നെ മരിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഇല്ലാതാവണ്ട കാര്യം ഞാൻ ഇന്നിപ്പോൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ കടവും അവിടെയുണ്ട്. എൻ്റെ വീട്ടുകാരും എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ എല്ലാവരും അത് അനുഭവിക്കണം. അതെന്നുള്ള ഞാൻ തന്നെ അനുഭവിക്കാം. തൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ നേരിട്ട് സധൈര്യം തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ കഥ ഇത് കൈ നീട്ടിയാണ് അന്ന് സംരംഭകർ സ്വീകരിച്ചത്. ആ ചങ്കൂറ്റത്തിനുടമ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ സ്പാർക്കിൻ്റെ വേദിയിൽ വന്നിരിക്കുകയാണ്. ഹോങ് സ്പ്രിംഗ് എന്ന തൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയാനും ജസ്ലക്കിൻ്റെ തുടർ ജീവിതത്തെക്കുറിച്ച് പറയാനുമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമസ്കാരം ജസ്ലക്, സ്പാർക്കിൻ്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അന്ന് ഇവിടുന്ന് പോകുമ്പോൾ നന്നായി കറുത്ത താടി, നല്ല യങ്ങായിട്ടിരുന്ന ജസ്ലക്കാണ്. ഇന്ന് വരുമ്പോൾ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെ ആയി. ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ തന്തവൈബൊക്കെ ആയി എന്ന് പറയാം. എന്തായി, ഒരു പ്രായമൊക്കെ ആയോ? ഉഷാറൊക്കെ പോയോ? തന്തവൈബാണ്, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. പ്രായമില്ലേ. പിന്നെ ഇത് അന്ന് നമ്മൾ ഞാൻ ഡൈ ചെയ്തിട്ട് വന്നു. ഡൈ ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്നുള്ള ഡൈ ചെയ്തില്ല. ഇല്ല, ഇതിപ്പോ ഒരു ചേഞ്ച്. മനുഷ്യനല്ലേ, കാണാൻ എന്തായാലും നല്ല രസമുണ്ട്. ഓരോ കാലഘട്ടത്തിന്റെ ഓരോ വ്യത്യാസങ്ങളാണല്ലോ. മാറ്റം വേണ്ടേ? ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്? അതങ്ങനെ പോകും. ജസ്ലക്ക് അന്ന് മൾട്ടിനാഷണൽ കമ്പനികളെ ഡീൽ ചെയ്യുന്ന വലിയൊരു ബ്രാൻഡിൻ്റെ ഉടമയായിരുന്നു. അന്ന് ഹോം സ്പ്രിംഗ് വലുതാണ്, ഇന്ന് അതിനേക്കാൾ വലുതാണ്. വലിയൊരു യാത്രയുണ്ട് ജസ്ലക്കിന് അന്ന് പറയാനായിട്ട്. ആ യാത്രയുടെ ഒരു തുടർച്ചയുണ്ട് ഇന്ന് പറയാനായിട്ട്. സ്പാർക്കിൻ്റെ വേദിയിൽ നിന്ന് പോയ ജസ്ലക്ക് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കച്ചവടം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആ യാത്ര, അത് എങ്ങനെയാണ് ആ യാത്രയിലേക്ക് എത്തിയത്? എൻ്റെ സ്പാർക്ക് ആക്ച്വലി എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇതിപ്പോൾ എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഇവിടെ വന്ന 10 പേരിൽ 5 പേർക്കും എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്ന് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് ഈവൻ നമ്മൾ പുതിയ ആൾക്കാർക്ക് ചപ്പാത്തി മീൻസ് ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് പല രീതിയിലും. ഓർക്കുന്നുണ്ട് അന്ന് ജസ്ലക്ക് സാധാരണ ആൾക്കാരെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് പരിപാടി. അപ്പോൾ അതിലും ഒക്കെ വന്ന് കുറേ ആളുകൾ വന്നു. പക്ഷേ ഇവർക്ക് എല്ലാവരും കാണുന്നത് ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, 2 മാസം കൊണ്ട് ഇവർ മുടക്കിയ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലും നടക്കരുത്. നമ്മളൊക്കെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഈവൻ സ്പാർക്കിൽ വന്ന് 2010 സ്റ്റാർട്ട് ചെയ്തിട്ട് 2019 ഞാൻ സ്പാർക്കിൽ വന്നത്. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ലോങ് ജേർണി ആക്ച്വലി. ഇതൊരു 2 മാസം 3 മാസം കൊണ്ട് ചെയ്യുന്ന പരിപാടിയല്ല. അത് കുറേ പ്രശ്നങ്ങളായി. അങ്ങനെ ഞാൻ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് സക്സസ് ഒന്നും ആവില്ല. ചുമ്മാ അവർ ചെയ്യും, നമ്മുടെ ടൈം പോകുന്നല്ലാതെ അതുകൊണ്ട് കുറേ നെഗറ്റീവ് നമുക്ക് റിമാർക്സ് കിട്ടും. ഞാൻ ചെയ്തത് ചിലപ്പോൾ 100% നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യം മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം നമ്മൾ ഒഴിവാക്കി, നമ്മൾ അതെല്ലാം നിർത്തി കംപ്ലീറ്റ്ലി. നമ്മൾ പിന്നെ ആ പരിപാടിയെ നിർത്തി. നിർത്തി. ഞാനൊരു 1 year ഞാൻ ട്രൈ ചെയ്തു. ആ ടൈമിൽ എനിക്ക് കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം നമ്മളുടെ എല്ലാ ബിസിനസ്സിനെ ബാധിച്ച ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ബിസിനസ്സിലേക്ക് തിരിച്ച് നോക്കി. ബാക്കി നമ്മളെല്ലാവരും കാര്യം നോക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ബിസിനസ് ഇല്ലാതെ അത് അങ്ങനെ അവിടെ വെച്ച് നിർത്തി ആ പരിപാടി. അതെല്ലാം പിന്നെ ഇപ്പോഴും നമ്മൾ അന്നുണ്ടായ എല്ലാ മൾട്ടിനാഷണൽ കമ്പനി ഇന്നും ഞാൻ ഭയങ്കര വൈഡായിട്ട് ചെയ്യുന്നുണ്ട്. അതുണ്ടായിരുന്ന എല്ലാ ആൾക്കാരോട് ഇപ്പോഴും കച്ചവടം ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടുള്ളവർ ഇന്നും എൻ്റെ പ്രൊഡക്ട്സ് ഇന്നും കൂടെ ഉണ്ട്. ആരും അങ്ങനെ ഇല്ലാതെ ആയിട്ടില്ല.
അതൊരു നല്ല കാര്യമാണ് ആക്ച്വലി. നന്നായി പോയി. ആ കച്ചവടം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. വളരെ സന്തോഷം. ഗ്രോത്ത് ഉണ്ട് ആക്ച്വലി ബിസിനസ്സിൽ. അതാണല്ലോ നമ്മൾ ആവശ്യം. ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇന്ന് ജസ്ലക്ക് കേരളത്തിലൊരു ബ്രാൻഡല്ല, അന്ന് വരുമ്പോൾ കേരളത്തിലെ മാത്രം ബ്രാൻഡാണ്, കേരളത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ലഭ്യമായിരുന്നില്ല. ഇന്നിപ്പോൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒക്കെ സാന്നിധ്യം അറിയിച്ചൊരു ബ്രാൻഡ്. എന്താ ആ യാത്രയ്ക്ക് കാരണം? അല്ല, കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഞാൻ ഒരു പർട്ടിക്കുലർ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇവൻ ചപ്പാത്തി നമ്മൾ നല്ലൊരു വോളിയം ചെയ്യുമ്പോൾ ആ ഒരു ബിസിനസ്സിലേക്ക് മൾട്ടിനാഷണൽ കമ്പനികൾ ഇറങ്ങി വന്ന് വലിയ കമ്പനി, ഇവിടുത്തെ ഏറ്റവും വലിയ ആശീർവാദ് ITC വരെ വലിയ കമ്പനികൾ. അപ്പോൾ സാധാരണക്കാരനെ നമ്മളൊരു ബിസിനസ്സുകാരനെ നമുക്ക് വേണ്ടി ഇപ്പോൾ വരും. അവരെ ഓവർകം ചെയ്യാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല. നമുക്ക് ഫൈറ്റ് ചെയ്യാം, പൈസ ഇല്ലാതെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. പൈസ വെച്ച് ഫൈറ്റ് ചെയ്യാൻ നമ്മളാവല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് രീതിയിൽ നമ്മൾ വേറെ ചിന്തിക്കാനേ പറ്റുള്ളൂ. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അത് എന്താ ഓൾട്ടർനേറ്റീവ് എന്നുള്ള ചിന്തിക്കുക. അത് ചിന്തിക്കുമ്പോൾ നമുക്കിട്ട് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റേഞ്ച് കൂട്ടുക. നമ്മളൊരു 1 ഇയറിൽ നമ്മളൊരു 7 പ്രോഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്ത് എവറി 3 months ലോഞ്ച് ചെയ്യും. അല്ല, ഈ വലിയ ബ്രാൻഡ് വന്നപ്പോൾ ഇപ്പം കച്ചവടത്തെ മോശമായിട്ട് ബാധിച്ചു. കച്ചവടമായിട്ട് മോശമായിട്ട് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ മോശമായിട്ട് ബാധിക്കും. കാര്യം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അവർ വലിയ ബ്രാൻഡാണ്. എത്രയോ വർഷങ്ങളായിട്ട് കാണുന്ന ബ്രാൻഡിനെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അത് സ്വീകരിക്കാൻ എളുപ്പം. നമ്മുടെ ബ്രാൻഡ് തള്ളിക്കളയും. സിമ്പിൾ. ആക്ച്വലി അത് ജനങ്ങൾക്ക് ഇപ്പം നമ്മളെ ചിലപ്പോൾ അതിനേക്കാൾ നല്ലതാകാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ആ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഇതൊന്നും ആര് വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യും. അതിലൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് നോക്കും. എൻഡ് ഓഫ് ദി ഡേ സെയിൽസ് കുറയാതിരിക്കാം. മുൻകൂട്ടി തിരിച്ചറിഞ്ഞത് കുറയാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ വേണം. ഞാനത് പെട്ടെന്ന് തന്നെ എനിക്കത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? കേരളം മാത്രമല്ല ഒരു മാർക്കറ്റ്, ഇന്ത്യയിൽ എത്രയോ സ്റ്റേറ്റ്സ് കിടക്കുന്നു. നെക്സ്റ്റ് നമുക്ക് മീൻസ് ഏറ്റവും അടുത്തുള്ളത് കർണാടക നല്ലൊരു മാർക്കറ്റാണ്. കർണാടക സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ആൾക്കാർ ഈ ചപ്പാത്തി അങ്ങനെ വാങ്ങിക്കുന്ന ശീലമില്ല. ആക്ച്വലി ചപ്പാത്തി കഴിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചപ്പാത്തി സെയിലാകാൻ. ഇനീഷ്യൽ ഭയങ്കര വോളിയം കുറവായിരുന്നു. നമ്മുടെ സ്ട്രോങ് ഏരിയ ചപ്പാത്തിയാണ്, വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ആണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് എനിക്ക് തോന്നുന്നു മേ ബി ഒരു വർഷം കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് നല്ല ഈ കേരളത്തിനെക്കാട്ടും കൂടുതൽ സെയിലായി. അവിടെ ചപ്പാത്തിക്ക് സെയിലായി. ബാക്കി എല്ലാ പ്രൊഡക്ട്സും അവിടെ പിന്നെ ബാറ്ററൊക്കെ ഓൾറെഡി അവിടെ ഉള്ളതാണ്. വലിയ ബ്രാൻഡുകളുണ്ട്. ബാറ്റർ വലിയ വിഷയമല്ല. പക്ഷെ ചപ്പാത്തി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഇപ്പം നമ്മളവിടെ 4 വർഷമായി, 4-5ാമത്തെ വർഷം അവിടെ സർവൈവ് ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് നമ്മൾ 1 ഇയറിൽ കർണാടക, ചെന്നൈ, മുംബൈ 3 സ്ഥലം ചെയ്തു. കർണാടകയിൽ ബാംഗ്ലൂർ, മറ്റേത് ചെന്നൈ തന്നെ ക്യാപിറ്റൽ സിറ്റികളാണ്. പിന്നെ മുംബൈയിൽ ഭിവണ്ടി എന്ന് പറഞ്ഞ ഒരു ഔട്ടർ ഏരിയ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. മഹാരാഷ്ട്ര നമ്മൾ സിനിമ കാണുന്ന പോലെ സ്ഥലം തന്നെ ശരിക്കും. ഗുണ്ടകളല്ല, നമുക്കൊന്നും നമ്മൾ ചെറിയ ബിസിനസ്സാണല്ലോ. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. നമ്മളൊരു ചെറിയൊരു ബിസിനസ്സായിട്ട് വരുമ്പോൾ ലോക്കൽസ് പ്രശ്നം ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ, നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാലം കഴിയുമ്പോൾ ഇതെല്ലാം ഓക്കെ ശീലം അത്രയേ ഉള്ളൂ. പിന്നെ അവർക്കും ഒരു പരിധി വരെയല്ലേ നമ്മളെല്ലാം ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് അതിൻ്റെ പുറകെ കിടക്കാൻ പറ്റില്ല. നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ആവശ്യം എന്താ? സെയിൽ ഉണ്ടാക്കുക, അതിൻ്റെ പുറകെ കിടക്കുക. നമ്മൾ പ്രശ്നങ്ങളുടെ പുറകെ പോയില്ല. പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ എന്താ പറയുക, സ്പാർക്കിൽ നിന്ന് വന്നതിന് ശേഷം ദൂരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. 2019 കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം നമ്മൾ പല ആൾക്കാർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ആരും നോക്കാൻ പറ്റും? ഇതൊക്കെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ജീവിക്കണ്ടേ? നമ്മൾ മറ്റുള്ളവർ പല പ്രശ്നങ്ങളും പറയും, അതൊന്നും ഞാൻ നോക്കാറില്ല. നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നമ്മൾ അറിയുന്ന ആൾക്കാർ അറിഞ്ഞാൽ പോരെ. ഇപ്പം ലോകത്തുള്ള എല്ലാവരും അറിയാം. പക്ഷേ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ബ്രാൻഡുകൾ ചപ്പാത്തിയിൽ വരുന്നുണ്ട്, ഫുഡ് പ്രോസസ്സിൽ വരുന്നുണ്ട്, ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു മാർക്കറ്റിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കടയിൽ പോലും കയറ്റാൻ പറ്റുന്നില്ല. അവിടെയാണ് നിങ്ങളൊരു പരിചയമില്ലാത്ത ബാംഗ്ലൂരും ചെന്നൈയിലും മുംബൈയിലൊക്കെ പോയി ഹിറ്റ് ചെയ്യുന്നതാണ്. അത്ര എളുപ്പമല്ലാത്തവരുടെ ഉള്ളത്. ഞാൻ ഇവിടെ ചപ്പാത്തിയുടെ ബിസിനസ് ആരും ഇല്ലാത്ത ടൈമിൽ തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. 2010 4 പേര് കൈകൊണ്ട് പരത്തിക്കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രാൻഡാണ്. അന്നാരുമില്ല. 2008 2010 കാലഘട്ടങ്ങളിൽ ഇല്ല ശരിക്കും. അത് കഴിഞ്ഞിട്ടാണ് മോഡേൺ തുടങ്ങണതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എൻ്റെ ഒരു ഐഡിയ. ബാംഗ്ലൂർ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആക്ച്വലി. ഞാൻ ഇവിടെ റിലയൻസിലുണ്ട്, ലുലുവിലുണ്ട്, ഇവിടെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും തുടങ്ങാൻ പാടില്ല. ആ പൈസ പോയി. കാരണം നേരിടേണ്ടത് വലിയ ബ്രാൻഡുകളെയാണ്. വലിയ ആൾക്കാരല്ല ചെയ്യുന്നത്.
ഞാനവിടെ ബാംഗ്ലൂർ ചപ്പാത്തി ലോഞ്ച് ചെയ്യുമ്പോൾ അധികം ബ്രാൻഡില്ല. പിന്നീടാണ് ഈ വലിയ ബ്രാൻഡ് മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ഇപ്പോൾ അവിടെ വന്നേക്കുന്നത്. ഞാൻ ചെയ്യുമ്പോൾ അധികം ബ്രാൻഡുകളില്ല, അപ്പോഴും അധികം ബ്രാൻഡുകൾ വന്നുള്ള ചപ്പാത്തി ആയിട്ടില്ല. ബാറ്ററും പൊറോട്ട ഉണ്ട്, ചപ്പാത്തിയിൽ നമ്മൾ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഐറ്റം എല്ലായിടത്തും കയറ്റി. അല്ല, നമ്മളൊരു ബേസിക് മെയിൻ വെച്ചിട്ട് അത് ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഓരോന്ന് നമ്മൾ ആഡ് ചെയ്യുക. ഞാൻ അതാ ചെയ്യുന്നത്. നമ്മളിപ്പോഴും സ്ലോ ആയിട്ട് ചെയ്യുന്നുള്ളൂ, ധൃതിയൊന്നുമില്ല, കിട്ടിയാൽ മതി. അല്ല, ഈ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. മാർക്കറ്റിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ITC-നോടൊക്കെ ഇവിടെ നിന്ന് പോകുന്ന ഒരു കമ്പനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ITC ഒക്കെ പോലെ വലിയ പറ്റില്ല. നമുക്ക് അവിടെ പൈസ അവരുടെ ഒരു എന്താ മാർക്കറ്റിംഗ് ബഡ്ജറ്റും ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ ടേൺ ഓവർ. അതൊരു ഡിഫറൻസാണ്. പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്യും. കാര്യം നമുക്ക് ഫൈറ്റ് ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ജയം തോൽവി സെക്കൻഡറി അല്ലേ, നമ്മൾ ഫൈറ്റ് ചെയ്യും. ഈവൻ അവർ ചിലപ്പോൾ 10 പാക്കറ്റ് വെക്കുമ്പോൾ നമ്മൾ 2 പാക്കറ്റ് വെക്കണം. ഓക്കെ, നമ്മൾ ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് കച്ചവടം ഉണ്ടാക്കാൻ നമ്മൾ വിൽക്കാതിരിക്കുന്നില്ല, നമ്മൾ 2 പാക്കറ്റ് വെക്കുന്നുണ്ട്, അത് മതി. നമ്മളത് തന്നെ നമ്മൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിന്ന് പോകുമ്പോൾ ലുലുവിലൊക്കെ വലിയ ഒരു സ്പേസിലാണ് ഹോം സ്പ്രിംഗ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വലിയൊരു ബ്രാൻഡിങ് സപ്പോർട്ടാണ് നമുക്ക് കിട്ടും. ഈവൻ ലുലു ഞാൻ എവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട്. ഞാനും അങ്ങനെയാണ് ആക്ച്വലി. അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട്, ഓഫർ, കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റാവുന്ന ചെയ്യും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ലോസിലും കൊടുക്കും, ഓഫേഴ്സ് എത്ര ടൈം കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടും. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതെല്ലായിടത്തോളം കാലം നമ്മുടെ ബിസിനസ് നിന്ന് പോകും. അതാണ് എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ഞാൻ കണ്ടേക്കണം. ഞാൻ നല്ലതായിട്ട് എല്ലാവരോട്ടും അല്ലെങ്കിലും ബിസിനസ് ചെയ്യുന്ന എല്ലാവരും നല്ല റിലേഷൻഷിപ്പ് എനിക്ക്. എല്ലാവരായിട്ട് ഒരിക്കലും നമ്മൾ അവരെ മോശമാക്കാൻ നോക്കാം. പിന്നെ ചില ആളുകളുണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മളും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവും. അത് മനുഷ്യൻ ഒരു കച്ചവടത്തിന്റെ ഒരു അതും വേറെ ഒന്നും അതിൽ നമുക്ക് വേറെ സെന്റിമെന്റ്സ് ഒന്നും വെച്ചിട്ട് കച്ചവടമല്ലേ. അപ്പോൾ നമ്മൾ പറ്റിക്കാൻ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു പറഞ്ഞേ പറ്റൂ. അതിന് വേറെ ഒരു കോംപ്രമൈസും ഇല്ല. അതിപ്പോൾ നമ്മൾ എത്ര ആൾക്കാർ മോശം പറഞ്ഞാലും അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മനുഷ്യനല്ലേ, സാധാരണ മനുഷ്യരല്ലേ, എല്ലാവരും അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പാർട്ട് ഓഫ് ഗെയിം എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ഗെയിം, പാർട്ട് ഓഫ് ദ ലൈഫ് ആക്ച്വലി. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കണം. ഇതാണല്ലോ നമ്മുടെ ലൈഫ്. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമുക്ക്. എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ ഇതൊരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതിൽ നിന്നുള്ള പൈസ. എൻ്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഹോം സ്പ്രിങ്ങിൻ്റെ പൈസയാണ് അത്. അപ്പം ഞാൻ എൻ്റെ കടപ്പാട് കൂടെ ഹോം സ്പ്രിങ്ങിനാണ്. ബാക്കിയെല്ലാം സെക്കൻഡറി ഓഫ്കോഴ്സ് സെക്കൻഡറിയാണ്. അതെല്ലാവർക്കും അറിയാം. ഫാമിലി ആണെങ്കിൽ പോലും ഫാമിലി സെക്കൻഡറി ഇൻ ദ സെൻസ് ഫാമിലി നമ്മുടെ കൂടെയാണല്ലോ. അവരെൻ്റെ കൂടെയാണ്. അപ്പം ഫാമിലിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഇവരാ. ഹോം സ്പ്രിങ് ആയിരിക്കും. അത് അവർ മനസ്സിലാക്കണം. കൂടെയുള്ളവരെ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ വൈഫായാലും എൻ്റെ മക്കളായാലും അത് അവർക്കറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാനേ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് പറഞ്ഞത് ജിയോഗ്രഫിക്കലി ഉള്ള എക്സ്പാൻഷൻ ആയിരുന്നു. 2 പറഞ്ഞത് പ്രൊഡക്റ്റ് റേഞ്ച് കൂട്ടി എന്നുള്ളതായിരുന്നു. 7ഓളം പ്രൊഡക്റ്റ് കൂട്ടി എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് അത്ര പെട്ടെന്ന് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ കമ്പനി? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീം സംസാരിക്കുമ്പോൾ നമുക്ക് സെയിൽ കയറാൻ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചപ്പാത്തി 1000 അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ചപ്പാത്തി അല്ലെങ്കിൽ 50 ലക്ഷം ചപ്പാത്തി വിറ്റ സ്ഥലത്ത് നമുക്കത് വോളിയം കുറയുമ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് 7 പ്രൊഡക്റ്റൊന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, എനിക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഒരു 3 മന്ത്സ് ഓരോ പ്രൊഡക്റ്റുകൾ മൾട്ടി റാഗി അങ്ങനെ കോയിൻ പൊറോട്ട. അപ്പോൾ കോയിൻ പൊറോട്ടയൊക്കെ മാർക്കറ്റിൽ വളരെ കുറവാണ്, എവിടെ ചെന്നാലും കിട്ടാൻ ബുദ്ധിമുട്ട്. പക്ഷെ നമ്മളെല്ലായിടത്തും കിട്ടും. കോയിൻ പൊറോട്ട ഭയങ്കര ടഫാണ് ആക്ച്വലി. ഇത് മാനുഫാക്ചറിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും അത് എടുക്കില്ല, റിസ്ക് എടുക്കില്ല. ഞാൻ റിസ്ക് എടുക്കും. കാര്യം എന്ന് വെച്ചാൽ റിസ്ക് എടുത്തില്ലേ പിന്നെ എന്തിനാ ബിസിനസ് ചെയ്യണം? അതിപ്പോൾ ചെറിയ അല്ലെങ്കിൽ നമ്മൾ റെഡിയാണ്. നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ നമ്മളെപ്പോഴും പറയും, ഹിന്ദിക്കാരെ കുറ്റം പറയും എല്ലാവരും. അതായത് തൊഴിലാളികൾ നമ്മളെപ്പോഴത്തെ ബിസിനസ്സുകാരൊക്കെ അവരെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരില്ലെങ്കിൽ നമ്മളില്ല. എന്ത് ഇപ്പം ഞാൻ എന്തൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാലും ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവരവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കണേ. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ വർഷങ്ങളായിട്ട് ഒരുപാട് ഹിന്ദിക്കാരുണ്ട്. അവർ ഭയങ്കര നല്ല ആൾക്കാരാണ്. മോശവും ചീത്തയൊക്കെ നല്ലതൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്കുള്ളതിൽ ഒരു 90% നല്ല ആൾക്കാരാണ്. ഈ 10% ആൾക്കാർ നമ്മൾ ഒഴിവാക്കും. പണിയെടുക്കാനുള്ള മടിയൊക്കെ ഉണ്ട്. റൂട്ടിൽ പോയിട്ട് ക്യാഷൊക്കെ അടിച്ച് മാറ്റും. നോർമലി എല്ലായിടത്തുള്ള പിന്നെ നമ്മളതിൽ ടെക്നോളജി ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവരത് പരാജയപ്പെടുത്തും. അത് വർക്കാവുള്ളൂ, ഇത് വർക്കാവുള്ള എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെന്താ ചെയ്യുക? അങ്ങനെയുള്ളവർ ഒഴിവാക്കുക, ആളെ നോക്കിയെടുക്കാം. ഈവൻ ഇപ്പോൾ സെയിൽസിലും ഹിന്ദിക്കാരുണ്ട് നമുക്ക്. ഇപ്പോൾ എൻ്റെ ഡ്രൈവേഴ്സൊക്കെ ഹിന്ദിക്കാരാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് ഇവിടെ കൊടുക്കുന്ന സാലറി നന്നായിട്ട് കൊടുക്കുക. അവർ
ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മളൊരിക്കലും ഒരാളെയും കുറച്ച് കാണണ്ട. ഹിന്ദിക്കാരും മറ്റേ ബംഗാളി ഒന്നുമില്ല, അവരെ നല്ല നമ്മ ഇന്ത്യക്കാരല്ല എല്ലാവരും. നമ്മളങ്ങനെ ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ്. ഞാൻ മലയാളി ഞാൻ അവിടെ സ്റ്റാഫ് പല റീജിയനിലെ ആൾക്കാരുണ്ട്. ഞാൻ അവരോട് എല്ലാവരും ആരും പറഞ്ഞു നമ്മൾ അങ്ങനെ കാണരുത്, നീ ഒറീസ നീ ബംഗാളി, അതില്ല, നമ്മളെല്ലാം വരുന്ന എല്ലാ ഇന്ത്യക്കാരാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മളിന്ന് അങ്ങനെ കാണുന്ന ബംഗാളി ഒന്നും കാണേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അനുഭവത്തിലിട്ടാ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. അവർ പൈസ അവരെല്ലാവരോട് ജീവിക്കാൻ വേണ്ടി വന്നേക്കണം, നമ്മളവർ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക, ശമ്പളം കൊടുക്കുക, അവർ നന്നായി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും, നമ്മൾ അതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ വരുന്നത്? 10 എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിയാണെന്നുള്ള മേജർ ഇപ്പം എല്ലാവരും പറയുന്ന ചപ്പാത്തി, പിന്നെ പൊറോട്ട 4 വേരിയൻ്റ് ഉണ്ട്. ഈ കേരള പൊറോട്ട വീട്ടിൽ, പിന്നെ കോയിൻ്റെ 2 വേരിയൻ്റ് ഉണ്ട്, കോയിൻ പൊറോട്ട ചെറിയ പൊറോട്ട, റാഗി മൾട്ടി മില്ലറ്റിൻ്റെ ബാറ്റർ ഉണ്ട്, റാഗി ഒരു ബാറ്റർ, മൾട്ടി മില്ലറ്റ്, പിന്നെ നോർമൽ ബാറ്റർ, അപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ട്, അപ്പം ബാറ്റർ ഉണ്ട്. അത് ആദ്യമായിട്ട് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെനിക്കറിയില്ല, ബ്രാൻഡ് വൈസ് നമ്മളാണ് ചെയ്തത്, ഇവിടെ ചെയ്തത് നമ്മളാണ്. പിന്നെ ചെറിയ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തത്, 5 വർഷം മുമ്പ് ചെയ്തതാണ്. അത് ഇപ്പോഴും നമുക്ക് നല്ല സെയിലുള്ളതാണ്. ഭയങ്കര ഒരുപാട് അവൈലബിലിറ്റി ഒന്നും മാർക്കറ്റിൽ ഇല്ലെങ്കിലും പിന്നെ ഞാൻ സെലക്റ്റഡ് സ്റ്റോഴ്സ് ഉള്ള ആക്ച്വലി ഒരുപാട് സ്ഥലങ്ങളിലൊന്നും നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. എൻ്റെ ഒരു കോൺസെപ്റ്റ് മാറി, കുറച്ച് നല്ല കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ പോകാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാര്യം മറ്റേത് നമ്മൾ കുറേ സ്റ്റോറി ചെയ്യുമ്പോൾ നമുക്കതുകൊണ്ട് വോളിയം കയറും, പ്രോഫിറ്റ് കുറയും. ലോജിസ്റ്റിക്സ് ഒരു വിഷയമാണല്ലോ, ഭയങ്കര വിഷയമാണ്. നമുക്കത് നമ്മളെത്ര വോളിയം ഇപ്പോൾ ഈ ചെയ്യുന്ന വോളിയത്തിൻ്റെ 10 ഇരട്ടി വോളിയം ചെയ്താലും ചിലപ്പോൾ ഈ പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. നമ്മൾ പ്രോഫിറ്റ് നോക്കണമല്ലോ, പ്രോഫിറ്റാണ് മുഖ്യം. നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല, പല കച്ചവടക്കാരും കച്ചവടം ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടാവില്ല. ടേൺ ഓവർ ആൾക്കാർ ടേൺ ഓവറിൽ ചെയ്ത് ഇതൊക്കെ ടേൺ ഓവർ. ഇപ്പം ഞാൻ ചെറിയൊരു ബിസിനസ്സുകാരനാണ്, അപ്പം വലിയ ടേൺ ഓവർ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചിലപ്പോൾ 1000 കോടി 500 കോടിയുള്ള ആളുടെ കാഴ്ചപ്പാട് ഇതായിരിക്കില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല. ഞാൻ നമ്മളെന്താ പറയുക, ഞാൻ സംതൃപ്തനാന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. ഏകദേശം 10-ലധികം പ്രൊഡക്റ്റ് റേഞ്ച്, 4-ലധികം സംസ്ഥാനങ്ങളിൽ, റിലയൻസും ലുലു അടക്കമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വലിയൊരു സക്സസ്സാണ് ജസ്ലക്കിൻ്റെ. എന്താണ് ജസ്ലക്കിൻ്റെ സക്സസ്? ഞാനൊരു കാര്യം പറയാം, എന്നാ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ സക്സസ് അല്ല. ഇപ്പം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ എൻ്റെ കമ്പനി ലോസിലാണെങ്കിൽ സക്സസ് ആണ് അല്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് എൻ്റെ അല്ല, എൻ്റെ ഒരു മനസ്സിൽ. ഇപ്പം ഞാൻ പണ്ട് പെട്രോൾ ഇല്ലാതെ കാർ റോഡിൽ കിടന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് എത്ര പ്രാവശ്യം കൊണ്ടേക്കുന്നത് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ. ഇപ്പം ഞാൻ പെട്രോൾ ടാങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഫുൾ ടാങ്ക് അടിക്കുക. മീൻസ് ആ ഒരു പേടിയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ എവിടെ വേണമെങ്കിലും പോയി കഴിക്കുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും എനിക്കിഷ്ടമുള്ള ആൾക്കാരിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ബില്ല് കൊടുക്കാൻ തയ്യാറാണ്. അതിനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ട്, പോക്കറ്റിലുണ്ട്. കാശ് നോക്കാതെ കഴിക്കാം. മീൻസ് നമ്മളൊരു ആദ്യം ഒരു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് സ്ഥലത്തുമ്പോൾ ഇത്രയും ചിലവാക്കാൻ പാടുള്ളെന്നും ഞാൻ ഈവൻ എൻ്റെ ഫാമിലിയോട് പറയാറുണ്ടല്ലോ, 1500 രൂപയ്ക്കുള്ളിൽ ചിലവാക്കാൻ പാടില്ല. ഇപ്പം ഞാൻ അത് പറയാറില്ല. അതാണല്ലോ നമ്മളുടെ സക്സസ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഒരു കാർ, ഇപ്പോൾ മീൻസ് നമുക്കൊരു വണ്ടി വേണം, വാങ്ങിക്കാൻ പറ്റാവുന്ന വണ്ടി. ഇപ്പോൾ വലിയ നമുക്ക് ചിന്തിക്കാൻ പറ്റും, അമ്പാനി ചിന്തിക്കണമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ കപ്പാസിറ്റിയിൽ എന്താണ് ചിന്തിക്കുക അത് എനിക്ക് പറ്റുന്നുണ്ട്. അത് മോദാൻ ഇനഫ്. അതാണ് എനിക്ക്, ഞാൻ അത്ര മതി. ഇനി അപ്പുറത്തേക്കൊന്നും സക്സസ് ആയില്ലെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. നമ്മുടെ സക്സസ് ഇതൊക്കെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ, കാര്യങ്ങളല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കണം, ഞാൻ 1000 കോടി ചെയ്താലേ സക്സസ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ആളും അയാളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് എടുത്തിട്ട് അയാൾ സക്സസ് അല്ലേ? ടേൺ ഓവർ വെച്ചിട്ട് സക്സസ് ആണ് എനിക്കറിയാൻ പാടില്ല. എൻ്റെ കൺസെപ്റ്റിൽ അതല്ല. എൻ്റെ കോൺസെപ്റ്റിൽ അതൊരു സക്സസ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾ പണം നോക്കാതെ ചെയ്യാൻ പറ്റുക, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എപ്പോഴും. അതുണ്ട്. ഇനി ഇവൻ നാളെ ഈ ബിസിനസ് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റണം, മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുക, അത് ഉണ്ടാക്കുക എന്നുള്ളത്. എൻ്റെ ഒരു ലാസ്റ്റ് 4 years ഐ വാസ് പ്ലാനിങ് ദാറ്റ് ഓൺലി. മീൻസ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സപ്പോസ് നാളെ ഈ ബിസിനസ് ഇല്ലെങ്കിലും എനിക്കും എൻ്റെ ഫാമിലിക്കും ഇതുപോലെ ജീവിക്കാൻ പറ്റണം. അത് ഓൾമോസ്റ്റ് ഒരു 70-80% ഞാൻ എത്തി. നെക്സ്റ്റ് ഒരു 1 year ചിലപ്പോൾ 100% ആയി. പിന്നെ അത് മതി, നമുക്ക് അത്യാഗ്രഹമൊന്നുമില്ല, ഉള്ളതുകൊണ്ട് സമാധാനം. ഈ 2000 എന്നോട് പണ്ട് പറഞ്ഞത് 50 വയസ്സ്, അതായത് ഇപ്പോൾ 2027 ആകുമ്പോഴേക്കും റിട്ടയർമെന്റ് കാലാവെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻസ് നമ്മൾ മനസ്സിൽ വെക്കുമല്ലോ. പല കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളിലേക്കാളും. ഇപ്പം ഞാൻ ഒരു കപ്പാണ് ഉദ്ദേശിച്ചെങ്കിൽ അല്ലെങ്കിൽ 2 കപ്പ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. സ്വപ്നം നമുക്ക് എങ്ങനെയും കാണാമല്ല. പക്ഷെ ഞാൻ നമ്മുടെ ലിമിറ്റഡ് സ്വപ്നങ്ങളാണ് കാണുന്നത്.
അത് ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ അച്ചീവ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമാണ് ഒരു 50 years മുമ്പ് ഈ പരിപാടിയൊക്കെ നിർത്തുക. ഇൻ ദ സെൻസ് ഒന്നല്ലെങ്കിൽ ഇത് കൊടുക്കുക, നമ്മുടെ ബിസിനസ് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു ടേൺ ഓവർ നെക്സ്റ്റ് 2027 ആകുമ്പോൾ 100 crores കമ്പനി 100 കോടിയിലേക്ക് എത്തുക. അതാണല്ലോ നമ്മുടെ അതും നമ്മുടെ ഒരു വിഷനാണല്ലോ. അത് കഴിഞ്ഞാൽ ഇത് പരിപാടി ഒഴിവാക്കാൻ പറ്റും. മീൻസ് ആർക്കെങ്കിലും നല്ല ആൾക്കാർ കൊടുക്കുക. മീൻസ് എൻ്റെ 2 പിള്ളേർക്കും ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല അവർ. അപ്പോൾ അവരവരുടെ വഴിക്ക് പക്ഷേ ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ പോലും ഫോഴ്സ്ഫുള്ളി വന്നതൊന്നുമല്ല, ഇത് അബദ്ധത്തിൽ വന്ന് അങ്ങനെ ചെയ്തതല്ലേ. ഒരു ആക്സിഡൻ്റൽ ഓൺട്രപ്രണറാണ്. അല്ല, ഓൺട്രപ്രണർ ഇൻ മൈ മൈൻഡ് അത് എപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൽ ഇത് അങ്ങനെ വന്നതാണ്. നമ്മൾ പട്ടിണി കിടക്കുന്ന പ്ലാൻ ചെയ്ത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു 1 week പ്ലാനിൽ തുടങ്ങിയ ബിസിനസ് ആയത്. ഒരു പ്ലാനിങ്ങും ഇല്ല. 15 വർഷത്തിൽ കൂടുതലായി. അത് ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ കിട്ടിപ്പോയത് നല്ല കാര്യം. ഇതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം. സമാധാനം വേണം എന്തുണ്ടെങ്കിലും. ഇപ്പോൾ 100 കോടി ടേൺ ഓവർ ആക്കിയിട്ട് കമ്പനി വിൽക്കുക എന്നുള്ളതാണ് പരിപാടി. കമ്പനി വിൽക്കുക എന്നല്ല, എനിക്ക് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം. ഇപ്പോൾ ആൾക്കാർ പലരും തെറ്റിദ്ധരിക്കും, ഇവൻ ആരാന്ന് വിചാരിക്കും. അതല്ല, നമുക്ക് ആവശ്യം സമാധാനം. ഇപ്പോഴ് നമുക്ക് സമാധാനം ഇല്ല എന്നല്ല, സമാധാനമുണ്ട്. എന്നാലും കുറേ തലവേദന, നമുക്ക് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും സ്റ്റാഫ് ഉണ്ട്, അവരുടെ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് അവരുടെ കമ്മിറ്റ്മെൻറ്റാണ്. അത് മീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസാണ്. അതിനുശേഷമാണ് എനിക്ക് ബാക്കിയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ മാറി ആരെങ്കിലുമൊക്കെ വന്ന് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ചുമ്മാ പൈസ വിട്ട് വന്നിട്ടൊരു കാര്യമില്ല. ചെയ്യാൻ അറിയാവുന്നവർ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, തേക്കാൻ പറ്റുന്നവർ. പൈസ വന്നിട്ട് നോക്കാമല്ലോ. പൈസ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനൊക്കെ കച്ചവടം ചെയ്യാനുള്ള പൈസ നമ്മുടെ കമ്പനിയിലുണ്ട്. അതല്ല ആവശ്യം, കുറച്ചും കൂടി അഗ്രസീവ്. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ പൈസ ഇല്ല, തന്ത വൈബായില്ലേ. യങ് മൈൻഡഡ്, അത് ഉറപ്പായിട്ടും. ഇപ്പോൾ ഞാൻ 25 വയസ്സ് ചിന്തിച്ച എനിക്കൊരിക്കലും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത് ചിന്തിക്കില്ല. ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ ചിന്തിക്കേണ്ടത് ഉള്ള പൈസ കളയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി റിസ്ക് എടുക്കാതെ ഒരു ഏജ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ മാറി. ഈവൻ നമ്മളെല്ലാം ബിസിനസ്സായിട്ട് കാണുമെങ്കിലും ഒരുപാട് അഗ്രസീവ് ആവാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. എൻ്റെ പേഴ്സണലി കേട്ടോ, എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഫൈൻ, നമ്മൾ ഓക്കെയാണ്, നമ്മുടെ ഫാമിലി ഓക്കെയാണ്, നമ്മുടെ കൂടെയുള്ളവർ ഓക്കെയാണ്. പിന്നെ നമ്മൾ എന്തിനും തലവന്നിരിക്കണം. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടതാണ്. ഈ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിൻ്റെതായ മൊമെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. ജസ്ലക്കിനെ സംബന്ധിച്ച് ഓരോ വിജയങ്ങളും സന്തോഷിക്കാനുള്ളതാണ്. ഡെയിലി സന്തോഷിക്കാനുള്ളതാണ്. ഞാൻ എപ്പോൾ കാണുമ്പോഴും ജസ്ലക്കും ഫാമിലിയും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്താ സന്തോഷം? ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയാൽ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന സന്തോഷമല്ല, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കണം അല്ല, അതൊരു സന്തോഷമുള്ള. ഇപ്പം നമ്മളിപ്പോൾ രംഗുവിനോട് കുറേ നാളായിട്ട് ഞാൻ ഒന്നിനും പോകാറില്ലായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ തീരുമാനിച്ച് വന്നു. അതുപോലെ ഇപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മളെ സന്തോഷം, എൻ്റെ മെയിൻ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും സെയിൽ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കും, ഭയങ്കര സന്തോഷമാണ്. നല്ല അത് കുറേ നാളായിട്ട് ദൈവം സന്തോഷം തരുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ ആവട്ടെ നല്ല തന്നെ. പിന്നെ നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ എൻ്റെ കൂടെ ഈ 1999 ഞാൻ ഈ JR ട്രേഡിംഗ് കമ്പനി തുടങ്ങണം. എൻ്റെ പാരന്റ് JR ട്രേഡിംഗ് കമ്പനി ആദ്യ സ്റ്റാഫാണ് അജീഷ് എന്ന് പറഞ്ഞാൽ പള്ളുരുത്തിയിലുള്ള. എൻ്റെ കൂടെ അന്ന് സ്റ്റാഫ് എന്ന് പറയാൻ ഞാൻ അന്ന് ഉപ്പാണ് വിൽക്കുന്നത്. ഉപ്പ്, സീ ഫുഡ്, അബാദ്, അങ്ങനെ കുറേ കമ്പനികളിൽ ഉപ്പ് ബൾക്ക് ഓർഡറാണ്. അന്ന് ഇവനാണ് എൻ്റെ കൂടെ ഉള്ളത്. ഫസ്റ്റ് സ്റ്റാഫാണ് JR ട്രേഡിംഗ് കമ്പനിയുടെ. അതുപോലെ അന്ന് കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ ഞാൻ അടിയിൽ പോകുന്നവരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടായി. പിന്നെ അവനോടൊക്കെ എല്ലാവരോടും രക്ഷപ്പെട്ടോളാം. കാര്യം നമ്മുടെ കൂടെ നിന്നിട്ട് അവരും ജീവിതത്തിൽ നമ്മളെ പോയിക്കൊണ്ടിരിക്കും. അവരും നശിക്കണമെന്ന് ഞാൻ രക്ഷപ്പെട്ടോളാം. അവൻ പോയി, അവൻ കുറേ ബസ്സൊക്കെ ഓടിച്ച്. ഇപ്പോൾ ബസ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായി. ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ട്. ബസ് വാങ്ങിച്ചു. പിന്നെന്തോ അവിടെ പല ബിസിനസ്സായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ 2-3 ലക്ഷം രൂപ മാസം ഉണ്ടാകും. നമുക്ക് സന്തോഷമല്ലേ? 2-3 ലക്ഷം രൂപ അവൻ മാസം ഉണ്ടാക്കുമ്പോൾ അതാണ് പിന്നെ അവൻ ഭയങ്കര കഴിവുള്ളവനാണ്. അവനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു ബിസിനസ്മാനാണ്. അത്രയും കച്ചവടമായിട്ടുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പലരും ഉണ്ടാവും. ഒരുപാടൊന്നുമില്ല, കുറച്ച് പേരുണ്ട്. അത് നമുക്ക് സന്തോഷം തരാം. അവരെ വളർച്ച നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും വളരണമെന്ന് ഞാൻ കൂടെ ഉള്ളവരെല്ലാവരും വളർന്നാൽ നമുക്ക് നാളെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൽ. ഇതൊക്കെ നമ്മൾ പലരും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ ഉണ്ട്. അവൻ വലിയ അതൊന്നുമില്ല. എല്ലാവരും വളർന്നാൽ ആർക്കും പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 10 പേരിൽ 2 പേര് വളർന്നല്ലെങ്കിൽ 8 പേർക്കും പ്രശ്നമായിരിക്കും. അപ്പോൾ അവനും പ്രശ്നം, 2 പേരും പ്രശ്നമാണ്. അവനും പേടിയിരിക്കും അവിടെ പോയിരിക്കണം എന്നുള്ളത്. എല്ലാവരും വളർന്നോട്ടെ. ഇപ്പം ഞാൻ ചോദിക്കണേ, ഇവിടെ എത്രയോ ആൾക്കാർ ചപ്പാത്തി ബിസിനസ് ചെയ്യണമെന്ന്. ഞാൻ ആരും നിരുത്സാഹപ്പെടുത്താറില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആരെ കൊണ്ടും തേർഡ് പാർട്ടി
പ്രൊഡക്ഷൻ ചെയ്യിക്കുക, മാർക്കറ്റ് നോക്കുക. 6 months നിങ്ങൾ അവൻ്റെ 2 രൂപ അവൻ കൂടുതൽ ലാഭം എടുത്താലും കുഴപ്പമില്ല. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, റിസ്ക് ഇല്ല, നാളെ ആ ബിസിനസ് ഇല്ല, പൂട്ടിപ്പോവുക. ബ്രാൻഡ് നെയിമും ഉണ്ട്. ബ്രാൻഡ് നെയിം മാത്രം നോക്കുക. ഞാൻ അതേ സജസ്റ്റ് ഉള്ളൂ. ഒരാളോടും ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ചില ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതായത് കഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഉദ്ദേശമുള്ളവനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ രംഗുനിയിൽ കാശുണ്ട്, ഒരു കോടി മുടക്കാൻ കാശുണ്ടെങ്കിൽ ചെയ്തോ. ഈ എൻട്രി ബാരിയേഴ്സ് ഭയങ്കര വിഷയമാണ്. ഭയങ്കര വിഷയം. അത് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഒരു പോയി ഇവൻ അത് നമ്മളെ നിരുത്സാഹപ്പെടുന്നത്. അതാണ് അതിൻ്റെ സത്യം, അതാണ് അതിൻ്റെ ട്രൂത്ത്. പക്ഷേ ആൾക്കാരോട് ഇപ്പം ഞാൻ പറയും വരാൻ പറയും, ആര് വിളിച്ചാലും വരാൻ പറയും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോൾ ചിലവനോർക്കും ഇയാളുടെ ബിസിനസ് എനിക്കങ്ങനെ ഇപ്പോൾ ആര് വന്നു ഇത്രയും വലിയ കമ്പനികൾ വന്നിട്ട് നമ്മൾ നശിച്ചിട്ടൊന്നും പോയിട്ടില്ല. നമ്മളുടെ ബിസിനസ് അങ്ങനെ ഇവനിപ്പോൾ നാളെ ഇല്ലെങ്കിലും ഉള്ള ബിസിനസ് മതി, നമുക്ക് ഉള്ളത് മതിയല്ലോ. ഇപ്പം നമുക്കിപ്പോൾ അത് തന്നെ വേണമെന്ന് എല്ലാ മാസം നിർബന്ധമൊന്നുമില്ല. ഇത്രയും പൈസ കിട്ടണമെന്ന നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ മതി. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ 100 കോടി പറഞ്ഞു, അത് 100 കോടി എൻ്റെ ഒരു ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു വിൽ പവറിൽ പറയണത്. അതിപ്പം നടന്നില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പം നാളെ റിങ്ക് 2027 നിങ്ങളെന്ത് ചെയ്തില്ലെന്ന് ചോദിക്കാം. ഇല്ല, അതൊന്നുമില്ല. ഇതൊക്കെ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ നമ്മളൊരു ടാർഗറ്റ് കൊടുക്കുമല്ലോ, ഒരു മിനിമം ടാർഗറ്റ് ഓഫീസിലും കൊടുക്കും. ജസ്റ്റ് ലൈക്ക് കുറഞ്ഞ എമൗണ്ടുകളിലൂടെ അച്ചീവ് ചെയ്താൽ 100 കോടി ആവും എന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ല, അങ്ങനെയല്ല. അതിപ്പോൾ 1000 രൂപയിൽ ചെയ്യണമല്ലോ, അത് നല്ല റിസ്ക്കാണ് അത് ചെയ്യുക. അതൊക്കെ റിസ്ക് തന്നെ. പക്ഷേ പറയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇത് ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു, അപ്പോൾ ഞാൻ ട്രൈ ചെയ്യും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഓഫീസിലായാലും നമ്മുടെ സ്റ്റാഫിനും നമ്മുടെ ടീമിനും നമ്മൾ പറയും. അപ്പോഴല്ല അവർക്കും തോന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ട് നാളെ നമുക്ക് ഇത്ര രൂപ ചെയ്തിട്ടുണ്ടോ അവരെങ്ങനെ അറിയും? റിസൾട്ട് ഇതൊന്നും റിസൾട്ട് നമുക്ക് ഞാനെപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് നമ്മൾ ട്രൈ ചെയ്യുക. റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ല. റിസൾട്ട് അല്ലല്ലോ ഇതിലെ വിഷയം. നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റ് ട്രൈ ചെയ്യുക, ഭാഗ്യം കുറച്ച് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ വീണ്ടും ചെയ്യുക. നമ്മളെ ഫൈറ്റർ. ഞാനൊരു ഫൈറ്ററാണ്. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഇനിയിപ്പോൾ നാളെ പ്രശ്നങ്ങൾ ഞാൻ ഫൈറ്റ് ചെയ്യും. എനിക്ക് ജീവിക്കണം, എൻ്റെ കൂടെ ഉള്ളവർക്ക് ജീവിക്കണം, അത് ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഫൈറ്റ് ചെയ്യും. ഈ ജീവിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റിലൊക്കെ എപ്പോഴും കൃത്യമായിട്ട് ഓൺ ടൈമിൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കാണും. ഹോട്ടലിലല്ല, വീട്ടിലാണെങ്കിലും എല്ലായിടത്തും കാണുന്ന പണ്ട് തൊട്ടേ കാണുന്ന ഒരാൾ. അതൊരു വലിയ കോമഡിയാണ് പറയും. ഞാൻ ചിന്തിക്കാറുണ്ട് ജസ്റ്റിലേക്ക് ഇവിടെ വന്നപ്പോഴും കറക്റ്റ് സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണുണ്ട്. നമ്മളെ കോട്ടത്തിലേക്ക് കഴിക്കാൻ പറയുന്നതാണ്. ജീവിതത്തിൽ ചിട്ട പാലിക്കുന്ന ആളാണ്. 2000, 2000, 2004, 2006 തുണിക്കടയുള്ള ടൈമിൽ ഭക്ഷണം കഴിക്കില്ല. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന എൻ്റെ ഡ്രൈവർ വിനോജ് ഉണ്ട്. അവൻ എൻ്റെ കൂടെ കുറേ അവൻ എപ്പോഴും എന്നെ ചീത്ത പറയും. എന്നെ നമ്മളെ ഫ്രണ്ട്സിനെ താൻ എന്നുള്ള ഭക്ഷണം കഴിക്കാൻ എന്നെ മുതലാളി ആദ്യമൊക്കെ. പിന്നെ അവൻ ഇതൊന്നും ഒരു ദിവസം ഇതുപോലെ ലോ കോളേജ് ഇപ്പം ഞാൻ എപ്പോൾ പറയും ലോ കോളേജിൽ ഒന്നുകൂടി കാര്യം കൂടി പോകണം. ഇങ്ങനെ ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ അവിടെ സിറ്റി പാർക്ക് എന്ന ഹോട്ടലാണ് നമ്മുടെ ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ 3 മണി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ താൻ മുതലാളി രക്ഷപ്പെടും, ഭയങ്കരമായിട്ട് രക്ഷപ്പെടും, സന്തോഷമായി. അപ്പോൾ ഇപ്പം ഞാൻ ഹാപ്പി. ശരി. പക്ഷെ താനല്ല ഭക്ഷണം കഴിക്കാനുള്ള ചാവുള്ളൂ, തന്നെ കുടലുണെങ്കിൽ ചാവുള്ളുന്നത്. ഭക്ഷണം കഴിക്കാണ്ട് ചാവുള്ളത്. ഭക്ഷണം നമ്മൾ ടൈം കഴിക്കാൻ അവൻ കോമഡിക്കാണ്. അപ്പോൾ നമ്മള് ചിരിച്ചൊക്കെ കഴിഞ്ഞ് എനിക്ക് 2000 എത്ര ഒരു 5-6 കുറച്ചോളം ഉണ്ട്. എനിക്കൊന്ന് കുറച്ചോളം കഴിക്കാനൊന്നും ചെയ്യും. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായാലും കുറച്ച് പ്രോബ്ലം വന്ന് കറക്റ്റ് ടൈമല്ലാത്തതുകൊണ്ട് ഞാൻ ലൈഫ് സ്റ്റോറിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ്. എനിക്കിപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാം. ദൈവം സഹായിച്ച എല്ലാം കറക്റ്റാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഹെൽത്തും സമാധാനം രണ്ടാണ് നമ്മുടെ മുഖ്യ പ്രധാനം. പൈസ ആൾക്കാർ ഒരു പൈസ വേണം, ഇല്ലെന്നൊന്നും പറയണില്ല. പക്ഷേ പൈസ ഉണ്ടായിട്ട് രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ബാങ്കിൽ കാശ് തന്നിട്ട് ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്തായിരുന്നു കാര്യം? ഒരു കാര്യമില്ല. അപ്പം നമുക്ക് എല്ലാ പൈസ 100 രൂപ ആണെങ്കിൽ ആ 100 രൂപയ്ക്ക് രണ്ടും കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യമില്ല, പൈസക്ക് ഒരു കാര്യമില്ല. ഈ പാൻ ഇന്ത്യൻ ഹോം സ്പ്രിംഗ് എന്ന് കാണാൻ പറ്റും. അല്ല, പാൻ ഇന്ത്യ ഹോം സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സാധാരണ ബിസിനസ്സുകാർ എന്നിട്ട് പറയാം ഞാൻ ഈ ലോകം മുഴുവൻ ഞാൻ അങ്ങനെയൊക്കെ ഇതിലക്കാൻ ഒരു താല്പര്യമില്ല. താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല. അത് ചിലപ്പോൾ ഞാൻ ചെയ്യാം. അതിനുശേഷം ഇനി ആരെങ്കിലും വന്ന് ചെയ്തോട്ടെ. ഇവനിപ്പോൾ ഈ കമ്പനി ഇപ്പോൾ രംഗു എടുക്കണമെങ്കിൽ രംഗു ചെയ്തു. കാര്യം ഞാൻ ഇനി അത്ര അഗ്രസീവ് ആവാൻ എനിക്ക് മൈൻഡില്ല. ആക്ച്വലി റിട്ടയർ ആവാനുള്ള സമയമായി. റിട്ടയർഡ് ആവാന്ന് വെച്ചാൽ നമുക്കൊരു ലൈഫുണ്ട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ +2 തൊട്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ട് ഈ ബിസിനസ് ചെയ്യണേ.
അത് കഴിഞ്ഞ് ഡിഗ്രി ഇപ്പം എത്രയോ വർഷമായി ഞാൻ ഈ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെയല്ല നമ്മുടെ ലൈഫ്. കുറച്ച് നാളായിട്ടുള്ള ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു നമ്മൾ എത്ര വർഷമായി ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഞാൻ അതാണ് എൻ്റെ 4 വർഷത്തുള്ള ഈ ഗോൾ. അതാണ് എൻ്റെ മെയിൻ ഗോൾ. അതാണ് ഒരു ബിഫോർ 50 നമ്മളിത് എക്സിറ്റ് അടിക്കാൻ ആരെങ്കിലും നല്ല ആൾക്കാരെ കൊണ്ടു നടക്കട്ടെ. ഒരു എക്സിറ്റ് പ്ലാനിലാണ് വർക്ക് ചെയ്തത്. എക്സിറ്റ് പ്ലാൻ ഉണ്ട്, അഫ്കോഴ്സ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്കും ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാവർക്കും ഞാൻ 2 എണ്ണത്തിന് കണ്ട് ഹെൽത്ത്, സമാധാനം, സന്തോഷം, ഇത് 3 ഉണ്ട്. ഇത് 3 ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഈ കമ്പനി വിറ്റ് ചെയ്യുമ്പോൾ കുറേ കാശ് കയ്യിൽ കിട്ടുമല്ലോ. അത് നമ്മൾ എത്ര കാശ് കിട്ടിയാലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മതി. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല നല്ലത്, നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്യും. ചിലപ്പോൾ മൃഗങ്ങൾക്കായിരിക്കും, ഞാൻ കൂടുതലും മൃഗങ്ങൾക്കായിരിക്കും കേട്ടോ. അത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു കാര്യം മനുഷ്യനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയോ വർഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഹംഗ്രി ചാലഞ്ച് 5 മണിക്ക് ഞാൻ ഭക്ഷണം എത്ര 10, 300, 400 വരെ ഭക്ഷണം ഇത്ര നാൾ കൊറോണ ടൈം വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ മനുഷ്യർക്ക് അങ്ങനെ അധികം എളുപ്പമൊന്നും ചെയ്യാനുള്ള പറ്റാവുന്ന കാര്യം എല്ലാം ചെയ്യും. തിരിച്ച് കിട്ടുന്ന കടിയാണ്. ഇപ്പം കടിക്കാത്ത പട്ടി മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയും പട്ടി കടിക്കും, പക്ഷെ പട്ടിയല്ലേ കടിക്കില്ല, പട്ടി ഒരിക്കലും കടിക്കില്ല അവർ. ഞാൻ കൂടുതൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സമാധാനം അങ്ങനെ നമ്മളെ സമാധാനം ഏതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെ കൂടെ പോയിക്കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും. ജസ്ലക്ക് ഇന്ന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ താത്വികമാണ്, കുറച്ച് കാര്യങ്ങൾ സംരംഭകപരമായിട്ടുള്ളതാണ്, കുറച്ച് കാര്യങ്ങൾ അനുഭവങ്ങളിൽ നിന്നുള്ളതാണ്. ജസ്ലക്ക് പറഞ്ഞ പല കാര്യങ്ങളും ഒരുപാട് സംരംഭകർ നേരിട്ട് വന്ന വഴികളെക്കുറിച്ചുള്ളതുമാണ്. ജസ്ലക്ക് പങ്കുവച്ച കുറച്ച് സമയം നമുക്കെല്ലാം ഏറെ ഗുണകരമായി എന്ന് കരുതുന്നു. അദ്ദേഹം ഇന്ന്